ഈ വീഡിയോ ചെയ്യുന്ന കാരണം നമ്മള് 2-3 സബ്സ്ക്രൈബേഴ്സ് എന്നോട് ചോദിച്ചു. അത് ഈ ബികോം ഇഗ്നോ പേപ്പറൊക്കെ പാസ്സാകാനുള്ള ടിപ്സ് എങ്ങനെയാ, കാര്യങ്ങൾ എന്താ. എനിക്കറിയാം ഇത് കുറച്ച് ലേറ്റ് ആയി വീഡിയോ, ലൈക്ക് നിങ്ങളുടെ എക്സാം ഒക്കെ കഴിയാറായി. എന്നാലും ഒരുപാട് പേര് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഒരു വീഡിയോ ചെയ്തുകൂടാന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ്. സോ മെയിൻ ആയിട്ട് ഇപ്പൊ ബികോം ജി ആണ് ഞാൻ പഠിപ്പിക്കുന്ന സബ്ജക്ട്. അപ്പോൾ ഞാൻ അതിന്റെ കേസിൽ പറയാം. ഇഗ്നോ ഇപ്പൊ ഏതൊരു കേസിലും ഒരു ഇഗ്നോന്റെ എക്സാം ഡിസ്റ്റന്റ് ഡിഗ്രി ആയത് നമ്മൾ പാസ് പേപ്പേഴ്സ് നമ്മൾ പാസ്സാവാനുള്ള മെയിൻ മീൻസ് ഇത് സ്കോളേഴ്സിനുള്ള വീഡിയോ അല്ലേ. ദിസ് ഇസ് നോട്ട് ഫോർ സ്കോളേഴ്സ്. ഇത് ലാസ്റ്റ് മൂമെന്റിൽ അല്ലെങ്കിൽ എക്സാമിന്റെ ഒരു 2 days 3 days ഒരു 1 വീക്കിന് മുമ്പ് പഠിപ്പിക്കുന്ന പിള്ളേർക്ക് വേണ്ടിയിട്ടാണ്. സ്കോളേഴ്സ് ലൈക്ക് ദേ നോ ഓൾ അബൌട്ട് ദി സബ്ജക്ട്. അതുകൊണ്ട് അവർക്ക് അതിന്റെ ടിപ്സിന്റെ ആവശ്യമില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ ഞാന് ഒരു ആവറേജ് സ്റ്റുഡന്റ് മെയിൻ പാസ് ആവേണ്ട ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മെയിൻ ആയിട്ട് ഫസ്റ്റ് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നല്ലപോലെ ചെയ്യാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നല്ലപോലെ ചെയ്യണം. ഒരു പാസ്റ്റ് 3 to 5 ഇയേഴ്സിലെ പാസ്റ്റ് പേപ്പർ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് അതില് എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാം. എല്ലാ ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യാം, നല്ലപോലെ ചെയ്യാം. ഞാൻ എൻ്റെ മോസ്റ്റ് ഓഫ് വീഡിയോസിൽ ഞാൻ 3 to 4 ഇയേഴ്സിന്റെ പാസ്റ്റ് പേപ്പേഴ്സിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അതും ഇമ്പോർട്ടന്റ് ആണ്. ബട്ട് നിങ്ങൾ മെയിൻ ആയിട്ട് നല്ല മാർക്കൊക്കെ വാങ്ങണമെങ്കിൽ അതിൻ്റെ അകത്ത് എല്ലാ ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യുക, നല്ലപോലെ പ്രിപ്പയർ ചെയ്യാം. നല്ലപോലെ അത് പ്രിപ്പയർ ചെയ്യാം. പിന്നെ അത് റിപ്പീറ്റഡ് ആയതിനുള്ള ചാൻസ് നല്ല ഹൈ ആണ്. നല്ല ചാൻസ് ഹൈ ആണ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ വരാന്. എന്തായാലും ഒരു പാസ്സാവേണ്ടതോളം ഒരു സെയിം പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുന്നത് കാണപ്പെടലുണ്ട്. സെയിം പാറ്റേൺ ആണ് വരല്. അപ്പോൾ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു 5 ഇയേഴ്സിനെങ്കിൽ മിനിമം 3 ഇയേഴ്സ് എങ്കിലും ചെയ്യാൻ നോക്കുക പാസ്റ്റ് പേപ്പർ ക്വസ്റ്റ്യൻസ്. പിന്നെന്താ പറയാ, അത് നോക്കിയാൽ മാത്രം പോരാ, സോൾവ് ചെയ്യണം. സോൾവ് ചെയ്ത് നിങ്ങൾ തന്നെ ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കണം. പിന്നെ തേർഡ് എന്ന് പറയാന് എന്താ, ഫുൾ ആൻസേഴ്സ് ഇൻ എക്സാം. നല്ല സ്ട്രക്ചേർഡ് ആൻസർ ചെയ്താടാ. ലൈക്ക് നിങ്ങൾ വലിച്ചു വാരി അറിയുന്നതൊക്കെ എങ്ങനെയെങ്കിലും അപ്ലൈ ചെയ്യലല്ല. ക്വസ്റ്റ്യനിൽ ചോദിച്ചത് ഇപ്പൊ 2 സബ് ക്വസ്റ്റ്യൻസ് അതിൽ ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ഒരു സ്ട്രക്ചറിൽ എഴുതാ. ഫസ്റ്റ് ഒരു പാരഗ്രാഫ് എഴുതാ, പിന്നെ അതിനുള്ള പോയിന്റ്സ് കൊടുക്കുക, നല്ല വൃത്തിയിൽ ഹെഡിങ്സ് കൊടുക്കുക, സബ് ഹെഡിങ്സ് കൊടുക്കുക. അങ്ങനെ വൃത്തിയിൽ എഴുതുമ്പോൾ ബെനിഫിറ്റ് ഉണ്ടാകാറുണ്ടെന്ന് ഞാൻ ഇഗ്നോയില് പഠിച്ച സ്റ്റുഡൻസിന്റെ അടുത്ത് തന്നെ കേൾക്കാറുണ്ട്. ലൈക്ക് ഫുൾ പാസ്സായ സ്റ്റുഡൻസ് എപ്പം പറയുന്നത് നല്ല വൃത്തിയില് പാരഗ്രാഫ്സ്, അല്ലാണ്ട് ഒറ്റ പാരഗ്രാഫായി ഫുൾ എഴുതുമ്പോൾ എക്സാമിനർ ഗെറ്റ്സ് കൺഫ്യൂസ്ഡ്. എക്സാമിനർ ഒന്നാമത് കുറെ പേപ്പർ കറക്റ്റ് ചെയ്യുന്നതുകൊണ്ട് നല്ല ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഉണ്ടാകും. നിങ്ങൾ പരമാവധി നല്ല കേഴ്സീവില് നല്ല നീറ്റില് പോയിന്റ്സ് എഴുതി കൊടുക്കുക. പിന്നെ ആൻസർ ഫുള്ളായി എഴുതി കൊടുക്കുക. പിന്നെ മെയിൻ എന്ത് ചെയ്യാ, നിങ്ങൾക്ക് ChatGPT അതും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ മെയിൻ എന്താ, ടെക്സ്റ്റിൽ ഫോക്കസ് ചെയ്യാൻ നോക്കുക. ഐ പ്രിഫർ യു ടു ഫോക്കസ് ഓൺ ടെക്സ്റ്റ്. ടെക്സ്റ്റില് മീൻസ് പാസ്റ്റ് പേപ്പർ പ്രീവിയസ് ഇയറിൽ ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റായി കമ്പയർ ചെയ്തിട്ട് അതിനുള്ള പോയിന്റ്സും കാര്യങ്ങളൊക്കെ എഴുതിയെടുക്കുക. ഇനി തീരെ ടൈം ഇല്ലാണ്ടായാൽ മാത്രം ഇങ്ങനത്തെ AI കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. പിന്നെ മെയിൻ ഒരു പോയിന്റ്, നിങ്ങൾക്ക് അറിയില്ലെങ്കിലും ഒരു ആൻസർ 5 questions ആണെങ്കിൽ ആ 5 questions അങ്ങ് അറ്റംപ്റ്റ് ചെയ്ത് കൊടുക്കുക. 5 questions ആണെങ്കിൽ നോക്ക്, 1 attempted question can gain you mark. ചിലപ്പം can gain you mark, but without attention ഒരു മാർക്കും ഇല്ല അല്ലേ. അപ്പം എല്ലാ ക്വസ്റ്റ്യനും അറ്റംപ്റ്റ് ചെയ്യാൻ നോക്കുക മാക്സിമം ആയിട്ട്. പിന്നെ മാക്സിമം നിങ്ങൾക്ക് അറിയുന്ന പോയിന്റ്സ് ലെങ്തി ആയി എഴുതാൻ നോക്കുക. ഫോർ 20 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ എന്തായാലും ഒരു മിനിമം ഒരു 3 പേജ്, ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഒരു 4 pages 20 മാർക്സിന് എഴുതി കൊടുക്കാൻ നോക്കുക. മീൻസ് എന്തെങ്കിലും ബ്ലെൻഡർ ചെയ്താലല്ല, ഫസ്റ്റ് നിങ്ങൾക്ക് ഏറ്റവും നല്ല അറിയുന്ന പോയിന്റ്സ് ഫസ്റ്റ് പേജിൽ എഴുതി കൊടുക്കുക. പിന്നെ അതിനെ വിശദീകരിച്ച് എക്സാമ്പിൾ ഒക്കെ കൊടുത്ത് സെക്കൻഡ് പേജിൽ അങ്ങനെ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതി കൊടുക്കാൻ നോക്കുക. കാരണം 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ അല്ലേ, അത്യാവശ്യം പേജിലായി എഴുതി കൊടുക്കുക. പിന്നെ ഇതൊക്കെയാണ് ടിപ്സ് എന്ന് പറയാനുള്ളത് മെയിൻ ആയിട്ട്.